പാക് ഭീകരത വെളിപ്പെടുത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം പുരോഗമിക്കുകയാണ്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടങ്ങുന്ന സംഘം സിംഗപ്പൂരിൽ സന്ദർശനം പൂർത്തീകരിച്ച് ഇന്തോനേഷ്യയിലെത്തി. ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഗുലാം നബി ആസാദ് തുടർ പര്യടനത്തിൽ പങ്കെടുത്തേക്കില്ല. പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുകയാണ് ഇന്ത്യ. സർവകക്ഷി പ്രതിനിധി സംഘത്തിന്റെ വിദേശ പര്യടനം വിവിധ രാജ്യങ്ങളിൽ തുടരുകയാണ്. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യയിലാണ് ഇന്ന് പര്യടനം നടത്തുന്നത്. രാജ്യത്തെ നയതന്ത്ര വിദഗ്ധരോടും വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരോടും സംഘം കൂടിക്കാഴ്ച നടത്തും. തരൂരിന്റെ സംഘം പനാമയിൽ പര്യടനം തുടരുകയാണ്. സംഘം പനാമയിലെ വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. സുപ്രിയ സുലെ നേതൃത്വം നൽകുന്ന സംഘം സൗത്ത് ആഫ്രിക്കയിലെ പര്യടനം ഇന്ന് പൂർത്തീകരിച്ചേക്കും. പഹൽഗാമിലെ ഭീകരാക്രമണം ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ വേദനിപ്പിക്കുന്നതാണെന്ന് സുപ്രിയ സുലെ പ്രതികരിച്ചു. BJP MP രവിശങ്കർ പ്രസാദ് നയിക്കുന്ന സംഘം ഫ്രാൻസിലെ സന്ദർശനം പൂർത്തീകരിച്ച് ഇറ്റലിയിലെത്തി. ET മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സർവകക്ഷി പ്രതിനിധി സംഘം കോങ്കോയിലാണ് പര്യടനം നടത്തുന്നത്. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗ്രീസിൽ 2 ദിവസം പര്യടനം നടത്തും. ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ കുവൈത്തിലെ പര്യടനം പൂർത്തീകരിച്ച സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അതേസമയം പര്യടനത്തിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഗുലാം നബി ആസാദ് കുവൈത്തിലെ ആശുപത്രിയിൽ തുടരുകയാണ്. സൗദിയിലെയും അൾജീരിയയിലും സന്ദർശനത്തിൽ ഗുലാം നബി ആസാദ് പങ്കെടുക്കില്ല. ജപ്പാൻ, റഷ്യ, UAE, സൗത്ത് കൊറിയ, ഫ്രാൻസ്, പനാമ എന്നീ രാജ്യങ്ങൾ ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.